അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു മധുരമുള്ള ചെറുനാരങ്ങ അച്ചാർ റെസിപ്പിയുമായിട്ടാണ്. അതിൽ ഞാൻ സിറിക്കും അച്ചാർ പൊടിയൊന്നും ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അച്ചാറിന് ആവശ്യമായ സാധനം ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചെറുനാരങ്ങ, 500 ഗ്രാം വെല്ലം, 2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്, 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി പൗഡർ ഇടാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ ഉപ്പ്. ചെറുനാരങ്ങ കഴുകി എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ എപ്പോൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ചെറുനാരങ്ങ ആയിരിക്കണം. ചെറുനാരങ്ങയിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു ടിഷ്യോ അല്ലെങ്കിൽ ഒരു നല്ല തുണിയോ എടുത്തിട്ട് കംപ്ലീറ്റ് തുടച്ചെടുക്കണം. ഇതുപോലെ തുടച്ചെടുക്കണം. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ 2ആയി പിളർന്ന് ഇത് 4ആയിട്ട് മുറിച്ചെടുക്കണം. ഇതിലെ കുരു നല്ല ഇങ്ങനെ എടുത്ത് കളയാം. കംപ്ലീറ്റ് കുരു എടുത്ത് കളയണം, അല്ലെങ്കിൽ അച്ചാർ കയ്പടിക്കും. ഇതുപോലെ ബാക്കിയുള്ള ചെറുനാരങ്ങ മുറിച്ചെടുക്കാം. ഇതുപോലെ കംപ്ലീറ്റ് മുറിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ കണ്ടെയ്നർ ഇട്ട് 3 ടേബിൾ സ്പൂണ് ഉപ്പും ചേർത്തിട്ട് 3 ആഴ്ചത്തേക്ക് മാറ്റി വെക്കണം. ഞാനിത് ആദ്യം ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. 3 ആഴ്ച ഉപ്പിലിട്ട് വെച്ച ചെറുനാരങ്ങ ഇത് നല്ലപോലെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് 3 ആഴ്ച ഞാൻ ഉപ്പിലിട്ട് വെച്ചതാണ്. 3 ടേബിൾ സ്പൂണ് ഉപ്പാണ് ഞാൻ 1/2 കിലോ ചെറുനാരങ്ങക്ക് ഇട്ടിട്ട് വെച്ചത്. പാത്രത്തിലേക്ക് വെള്ളം ഇട്ടിട്ട് അലിച്ചെടുക്കുക. ഇതിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം വെച്ചെടുക്കാം. അലിച്ചെടുക്കുക. വെള്ളം കംപ്ലീറ്റ് അലിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. ഇത് വല്ല കച്ചറയുണ്ടെങ്കിൽ പോകാൻ വേണ്ടി. വെള്ളം കുറിക്കിയ പാത്രം തന്നെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ അരിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് ഓണാക്കി വെള്ളം കുറുക്കിയത് സ്റ്റവിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതിലേക്ക് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുക. ഉപ്പിലിട്ട് വെച്ച ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ച് വെച്ച ഇഞ്ചി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ചെറുനാരങ്ങ ഉപ്പിലിട്ട് വെക്കുമ്പോൾ നല്ലപോലെ ഉപ്പിട്ടിട്ടുണ്ടാവില്ലേ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് കുറച്ചുകൂടി കുറുകി വരട്ടെ. കുറച്ച് ലൂസാണുള്ളത്, കുറച്ച് കുറുകി വരണം. ഇത് കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടാൽ പറ്റാണ്. ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല. ഒട്ടിപ്പിടിച്ചാൽ പിടിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ചെറുനാരങ്ങ മധുരമുള്ള അച്ചാർ ആയിട്ടുണ്ട്. പ്ലേറ്റിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ പറ്റുന്നുണ്ട് നോക്കുക. കുറച്ച് പറ്റൽ വന്നാൽ ഒട്ടിപ്പിടിക്കുന്നതുണ്ടെങ്കിൽ ആയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ടേസ്റ്റുള്ള മധുരമുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്.
ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് കുറച്ച് ലൂസാണെന്നുള്ളത്, തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടി കട്ടിയാകും. ഇത് തണുത്തതിന് ശേഷം ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി 6 മാസം വരെ സൂക്ഷിക്കാം. നല്ല വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താം. എന്നെങ്കിലും മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.